السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 38. മഖ്ഫൂലത്തൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിൻ ഫലം തൈതൻ വലം തഇമി هم الجبال فسل عنهم مصادمهم ماذا رأى منهم في كل مصطدم وسل حنينا وسل بدرا وسل أحدا فصول هتف لهم أضحى من الوخم المستر البيض حمرا بعدما وردت من العدا كل مسود من اللمم والكاتبين بسمر الخط ما تركت أقلامهم حرف جسم غير منعجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مكفولة أبدا منهم بخير أبي وخير بعل فلم تيتم ولم تئم ഉത്തമ പിതാവിനാലും ഭർത്താവിനാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ ഈ സമുദായം എക്കാലവും സുരക്ഷിതരായിരിക്കുന്നു. ഫലം തൈത്തം വലം തഇമി, അനാഥത്വമോ വൈദവ്യമോ ഈ സമുദായത്തെ ബാധിച്ചിട്ടില്ല. ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റഅ മിൻഹുമു ഫീ കുല്ലി മുസ്തദമി. പ്രതിരോധത്തിൻ്റെ പർവ്വതങ്ങളാണവർ സഹാബികൾ. ഓരോ പോരാട്ടങ്ങളിലും അവരിൽ നിന്നും എന്താണ് കാണാൻ കഴിഞ്ഞതെന്ന് അവരുമായി ഏറ്റുമുട്ടിയവരോട് ചോദിച്ചു നോക്കൂ. വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഉഹുദ ഫുസൂല ഹത്ഫിൻ ലഹും അദ്ഹാ മിനൽ വഖമി. ഉഹദിനോടും ബദറിനോടും ഹുനൈനിനോടും ചോദിച്ചു നോക്കുക. അതിവേഗം പടർന്നു പിടിക്കുന്ന പ്ലേഗിനേക്കാൾ, കോളറയേക്കാൾ ഭയാനകമായ നാശത്തിൻ്റെ ദിനങ്ങളായിരുന്നു അവയെല്ലാം ശത്രുക്കൾക്ക് നൽകിയത്. അൽ മുസ്തിരിൽ ബീളി ഹുംറം ബഅദമാ വറദത് മിനൽ ഇദാ കുല്ല മുസ്വദിൻ മിനൽ ലിമമി. ശത്രുക്കളുടെ ചെവിക്കുന്നിയും വിട്ടിറങ്ങിയ കറുത്ത മുടിയുള്ള തലകളിൽ വെളുത്ത വാളുകൾ, മൂർച്ചയാൽ തിളങ്ങുന്ന വെളുത്ത വാളുകൾ പ്രയോഗിച്ച് അവയെ ചുവപ്പാക്കി മടക്കിയെടുക്കുന്നവരാണ് സ്വഹാബികൾ. വൽ കാത്തിബീന ബിസുംരിൽ ഖത്തി മാ തറകത് അഖ്ലാമുഹും ഹർഫ ജിസ്മിൻ ഗൈറ മുൻഅജിമി. ഖത്ത് മരത്തിനാൽ ഉണ്ടാക്കപ്പെട്ട കുന്തങ്ങൾ, ഒരു മരത്തിൻ്റെ പേരാണ് ഖത്ത്. അതിനാൽ ഉണ്ടാക്കപ്പെട്ട കുന്തങ്ങൾ പേനകളാക്കി ആ സഹാബികൾ എഴുതി. ശത്രു ശരീരങ്ങളാകുന്ന അക്ഷരങ്ങളിൽ ഒരിടത്തും അവർ പുള്ളികൾ ഇടാതിരുന്നിട്ടില്ല. കുന്തങ്ങളാകുന്ന പേനകളെ കൊണ്ട് ശത്രു ശരീരത്തിൻ്റെ തെല്ലുകളെ കുത്തുന്നവരായിരുന്നു സഹാബികൾ എന്നർത്ഥം. മഖ്ഫൂലത്തൻ എന്നുള്ളത് നസ്ബ് കൊണ്ട് ഗദത്ത് മില്ലത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഗദത്തിൻ്റെ സ്വാറത്ത് എന്ന അർത്ഥമാണ്. അതിൻ്റെ ഖബറും ബഅദ ഖബറാണ്. അബദൻ എന്നുള്ളത് ലർഫ് സമാൻ. മഖ്ഫൂലത്ത് എന്നുള്ളത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടത്. മിൻഹും ബി ഖൈരി അബി, അത് രണ്ടും മഖ്ഫൂലത്തിനോടാണ് മുതഅല്ലഖ്, ജാർ മജ്റൂർ. മിൻഹും എന്നുള്ള ദമീർ മടങ്ങുന്നത് അവിടെ പറഞ്ഞ അബ്താൽ എന്നുള്ളതിലേക്കാണ്.
അബി എന്നുള്ളത് മുളാഫിനിലേഹിയാണ്. വ ഖൈരി എന്നുള്ളത് വാവ് ആത്തിഫ്, ഖൈരി എന്നുള്ളത് മഅത്തൂഫ്, മുളാഫ് മഅത്തൂഫ് അലൈഹി ബി ഖൈരി. ബഅലിൻ എന്നുള്ളത് മുളാഫിനിലേഹി. ഫലം തൈത്തം ഫലം തഇം, അവിടെ തൈത്തം ലമ്മ് ജാസിമാണ്. തൈത്തം ഫീല് മജ്സൂമ് ളമീർ ഫാഇൽ. ഫലം തഇം എന്നുള്ളത് അങ്ങോട്ട് അത്തുഫും. ഇതാണ് അതിൻ്റെ തർക്കീബ്. മക്ഫൂലത്തൻ എന്ന് പറഞ്ഞ ഐ മഹ്ഫൂലത്തൻ ബിന്നസ്ബി ഖബറുൻ സാനിൻ ലി ഗദത് അബദൻ മിൻഹും. ഈ മില്ലത്തുൽ ഇസ്ലാം സംരക്ഷിക്കപ്പെട്ടവരായിട്ടുണ്ട് എല്ലായ്പ്പോഴും. മിൻഹും അയൽ കുഫാരി, ശത്രുക്കളെ തൊട്ട്, സത്യനിഷേധികളെ തൊട്ട്. എന്തിനെ തൊട്ട്? ശത്രുക്കളിൽ നിന്ന്. എന്തിനെ തൊട്ട്? അന്നൻ യദ്ഖുലൂ ഫീഹാ സൈഗൻ വ തഗീറ. യുദ്ഖിലൂ ഫീഹാ സൈഗൻ വ തഗീറ. ഈ സത്യനിഷേധികൾ ഈ മില്ലത്തുൽ ഇസ്ലാമിൽ വഴികേടത്തരത്തിനെയും അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തലിനെയും കടത്തിക്കൂട്ടലിനെ തൊട്ട്. ബി ഖൈരി അബിൻ വ ഖൈരി ബഅലിൻ, ഏറ്റവും ഉത്തമരായ പിതാവിനെ കൊണ്ട്, ഏറ്റവും ഉത്തമരായ ഭർത്താവിനെ കൊണ്ട്. ഇവിടെ ഖൈറ് അബ് ഖൈറ് ബഅലി എന്നുള്ളത് കൊണ്ട് വൽ മുറാദു മിൻ കുല്ലിൻ മിനൽ അബി വൽ ബഅലി ഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയാണ് ഉദ്ദേശം. ലി അന്നഹു അഷ്ഫഖു അലാ ഉമ്മത്തിഹി മിനൽ അബി അലാ ഉലാദിഹി. കാരണം റസൂലുള്ളാഹ് തൻ്റെ സമുദായത്തിനോട് ഒരു പിതാവിന് മക്കളോടുള്ളതിനേക്കാൾ വാത്സല്യം, കൃപ ഉള്ളവരാണ്. അഖ്വമു ബി മസാലിഹിഹി മിനൽ ബഅലി അലാ സൗജാതിഹി. ഒരു ഭർത്താവിന് ഭർത്താക്കന്മാർക്ക് തൻ്റെ ഭാര്യമാരുടെ മേൽ ഉള്ള മസ്ലഹത്തുകളെ കൊണ്ട് അവർ നിൽക്കുന്നതിനേക്കാൾ ശക്തമായ നിലക്ക് റസൂൽ നിലകൊള്ളുന്നുണ്ട്. അതിൽ ഏറ്റവും അഹമ്മുൽ മുഹിമ്മായിട്ടുള്ളത് ഹിഫ്ളു ശരീഅത്തി ഹിഫ്ളൻ കാമില, ശരീഅത്തിനെ പൂർണ്ണമായ നിലക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇളാഅത്തുഹും ബി അൻവാരിഹ, ശരീഅത്തുൽ ഇസ്ലാം ശരീഅത്ത് കൊണ്ടുള്ള പ്രകാശം കൊണ്ട് അവരെ പ്രകാശിപ്പിക്കലുമാണ്. അവരെ തൊട്ട് ശിർക്കിൻ്റെ ഇരുട്ടുകളെ നീക്കം ചെയ്യുക, അവരെ നേർവഴിയാക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിലക്ക് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഫലം തൈത്തം ഐ തസീറു യതീമത്തം മിൻ ജിഹത്തിൽ അബി, പിതാവിൻ്റെ ഭാഗത്തിലൂടെ അവർ യതീമായിട്ടില്ല. അതുപോലെ തന്നെ വലം തഇം, ഭർത്താവിൻ്റെ ഭാഗത്തിലൂടെ അവർ വിധവയും ആയിട്ടില്ല എന്നർത്ഥം. ومثله صلى الله عليه وسلم من يقوم مقامه من الخلفاء الراشدين والعلماء المهديين. നബി തങ്ങളെ പോലെ തന്നെയാണ് റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശേഷമുള്ളവർ. അവരാരാണ്? ഖുലഫാ ഉർ റാഷിദുകൾ, അതുപോലെ തന്നെ സർമാർഗ സിദ്ധരായ പണ്ഡിതന്മാർ. ഹുമുൽ ജിബാലു എന്നുള്ളത് ഹും മൂത്തയാണ്, അൽ ജിബാലു ഖബറാണ്. ഫസൽ അൻഹും, ഹും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്സഹാബത്തു റളിയല്ലാഹു അൻഹും. അൽ ജിബാലു അവർ പർവ്വതങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഐ മിസ്ലുഹും പർവ്വത സമാനമാണ്. ഫി കമാലി സബാത്തി വ തമാമിൽ ഖുവ്വത്തി വ ശിദ്ദത്തിൽ ളുഹൂരി വ കമാലിൽ ഇർതിഫാഇ, അവരുടെ പൂർണ്ണമായ സ്ഥിരതയിലും പരിപൂർണമായ ശക്തിയിലും ശക്തമായ ഈ ശത്രുക്കളുടെ മേൽ അതിജയിക്കുന്നതിലും
പൂർണ്ണമായ അവരുടെ ഉയർച്ചയിലുമൊക്കെ, അതുപോലെ തന്നെ യുദ്ധത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ അവരുമായി ഏറ്റുമുട്ടാൻ വന്നവരെ നശിപ്പിക്കുന്ന വിഷയത്തിലും ഒക്കെ ഇവർ പർവ്വത സമാനരാണ് ഈ സ്വഹാബത്ത് എന്നർത്ഥം. ഫസൽ, ഇനി വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ, വൈൻ ശകക്ത ഫീ ദാലിക, ഈ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടെങ്കിൽ ഫസൽ, നീ ചോദിച്ചോ. അൻഹും, ഈ സ്വഹാബത്തിനെ തൊട്ട്, ഈ ധീരന്മാരായ ഈ സ്വഹാബത്തിനെ തൊട്ട് നീ ചോദിച്ചു നോക്ക്. മുസാദിമഹും, യുദ്ധങ്ങളിൽ അവരുമായി ഏറ്റുമുട്ടിയവരോട്. ഫസൽ എന്നുള്ളത് സാല യസ്അലുവിന്റെ അമ്രാണ്. അന്നും ജാറു മജ്റൂർ മുതഅല്ലിഖ് സൽ. മുസാദിമ എന്നുള്ളത് മഫ്ഊല് സൽ. ഹും എന്നുള്ളത് മുളാഫിൻ ഇലൈഹി. മാദാ റഅ, മാ എന്നുള്ളത് ഇസ്മുസ്തിഫാമാണ്. മൂത്തയാണ് തർക്കീബ്. ദാ എന്നുള്ളത് ഖബറുഹു, അതിന്റെ ഖബറുമാണ്. റഅ ഫീല്, വമീർ ഫായിൽ. മാ എന്നുള്ളതിന്റെ സില, ദാ എന്നുള്ളത് മാ ദാ എന്നാണ് ദാന്റെ സിലയായിട്ട്. മിന്നും ജാറു മജ്റൂർ, കൊല്ലി എന്നുള്ളത് മജ്റൂർ, മുസ്തദമി എന്നുള്ള മുളാഫിനില്. മുതഅല്ലിഖ് റഅ. മാദാ റഅ ഷാഹദൽ ബശറു മിനൽ ഖുവ്വത്തില്ലത്തി ലാ തതകയ്യഫു വശിദ്ദത്തുല്ലത്തി ലാ തൂസഫു. വർണ്ണിക്കാൻ കഴിയാത്ത കാഠിന്യവും കോലപ്പെടുത്തി പറയാൻ പറ്റാത്ത വിധം ശക്തിയും എല്ലാം അവരുമായി ഏറ്റുമുട്ടിയ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മിൻഹും, ആ സ്വഹാബത്തിൽ നിന്ന്, ധീരന്മാരായ സ്വഹാബത്തിൽ നിന്ന്, ഫീ കുല്ലി മുസ്തദമിൻ ഐ മക്കാനിസ്തിദാമിഹിം അഅദാഇഹിമിൽ കഫറത്തിൽ ഫജറത്തി ഫിൽ ഹുറൂബി. യുദ്ധങ്ങളിൽ അവരുമായി ഏറ്റുമുട്ടുന്ന തമ്മാടികളും നിഷേധികളുമായ ശത്രുക്കളോടുകൂടെ ഏറ്റുമുട്ടുന്ന ഏതു സ്ഥലത്തും എന്നർത്ഥം. വസൽ ഹുനൈനൻ, വാവ് ആത്തിഫ്. സൽ എന്നുള്ളത് അംറ ഫീല്, വമീർ ഫായിൽ, ജുംല മഅ്തൂഫ്. മഅ്തൂഫിന് അതിന്റെ മുമ്പ് പറഞ്ഞ സൽ. ഹുനൈനൻ എന്നുള്ളത് മഫ്ഊലാണ്. മക്കന്റെയും തായിഫിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഹുനൈൻ. ആ യുദ്ധം ഹിജറ 8-ാം വർഷത്തിലായിരുന്നു. വസൽ ബദ്റൻ, ഇതും വാവ് ആത്തിഫ്. സൽ എന്നുള്ളത് തൊട്ട് മുമ്പ് പറഞ്ഞ സല്ലിനോട് മഅ്തൂഫാക്കുക. ബദ്റൻ എന്നുള്ളത് മഫ്ഊലാണ്. വസൽ ഉഹുദ, അതും അങ്ങനെ തന്നെ. ഫുസൂല ഹത്തിഫിൻ ലഹും അസ്മിനത മൗത്തിൽ ലിൽ കുഫാരി. കുഫാറുകളുടെ ആ മരണത്തിന്റെ കാലങ്ങളെ സംബന്ധിച്ച് അവരോട് ചോദിക്കുക. അതല്ലെങ്കിൽ കളയപ്പെട്ടുപോയ മൂത്താന്റെ ഖബറാക്ക ഫുസൂല് എന്നുള്ളതായി ഹിയ ഫുസൂലുൻ എന്നുള്ള ആ ഒരു ഹിയനെ കളയപ്പെട്ടിട്ട് അതിന്റെ ഖബറാക്കിയിട്ട്. ഫുസൂല് കൊണ്ട് മുറാദ് സമനുൽ ഖിതാലി ഫീഹ. ഹത്ഫ്, ഹത്ഫിൻ എന്നുള്ളത് മുളാഫിൻ ഇലൈഹിയാണ്. ലഹും ജാറു മജ്റൂർ മുതഅല്ലിഖ് ഹത്ഫാണ്. അദ്ഹ മിനൽ വഖമി. അദ്ഹ എന്നുള്ളത് അഫ്ളല തഫ്ളീലാണ്. ഹത്ഫിൻക്ക് സിഫത്തായിട്ട്. മിനൽ വഖമി ജാറു മജ്റൂർ മുതഅല്ലിഖ് അദ്ഹ.
ഇവിടെ വസൽ ഹുനൈൻ എന്ന് പറഞ്ഞാൽ വസൽ സമന ഗസ്വത്തി ഹുനൈനിൻ, വസൽ സമന ഗസ്വത്തി ബദ്രിൻ, വസൽ സമന ഗസ്വത്തി ഉഹദിൻ, അങ്ങനെ അർത്ഥം വെക്കാം. ഹുനൈൻ യുദ്ധത്തിൻ്റെ ആ കാലത്തിനോട്, ബദർ യുദ്ധത്തിൻ്റെ ആ കാലത്തിനോട്, ഉഹദ് യുദ്ധത്തിൻ്റെ ആ കാലത്തിനോട് നീ ചോദിച്ചു നോക്കുക. ഇനി അവിടെ വസൽ അഹ്ല ഹുനൈനിൻ, വസൽ അഹ്ല ബദ്രിൻ, വസൽ അഹ്ല ഉഹദിൻ, അങ്ങനെ ആവാം. ഉഹദിലെ ആളുകളോടും ബദറിലെ ആളുകളോടും ഹുനൈനിലെ ആളുകളോടൊക്കെ ചോദിച്ചു നോക്കുക. അതല്ലെങ്കിൽ വസൽ മുവർരിഖ വഖഅത്തി ഹുനൈനിൻ, വസൽ മുവർരിഖ വഖഅത്തി ബദ്രിൻ, വസൽ മുവർരിഖ വഖഅത്തി ഉഹദിൻ. ഉഹദ് സംഭവം രേഖപ്പെടുത്തിയ ആ ചരിത്രകാരന്മാരോട് ചോദിക്കുക, ബദർ യുദ്ധം രേഖപ്പെടുത്തിയ ആ താരീഖിൻ്റെ പണ്ഡിതനോട് ചോദിക്കുക, ഹുനൈൻ യുദ്ധം രേഖപ്പെടുത്തിയ ആ താരീഖിൻ്റെ പണ്ഡിതനോട് നീ ചോദിച്ചു നോക്ക്. അങ്ങനെയൊക്കെ അവിടെ അർത്ഥം വെക്കാം. എന്തെന്ന് ഫുസൂല ഹതിഫിൻ, ഫുസൂല് എന്നുള്ളത് ഹുനൈനിൽ നിന്ന് ബദലാക്കിയിട്ട് പറയാം. കളയപ്പെട്ട മുത്താൻ്റെ ഖബറുവക്കാന്ന് പറഞ്ഞില്ലേ. ഫുസൂല ഹത്തിഫിൻ ലഹും എന്ന് പറഞ്ഞാൽ അസ്മിനത്ത മൗത്തിലിൽ കുഫാർ, കുഫാറുകളുടെ ആ മരണത്തിൻ്റെ സമയങ്ങളെ സംബന്ധിച്ച്. അത് അദ്ഹാമിനൽ വഹമി എന്ന് പറഞ്ഞാൽ അശദ്ദ ദാഹിയത്തൻ അലൈഹിം ലിമാ യുസീബുഹും ഫീഹി മിനൽ വഹമില്ലദി ഹുവൽ വബാഉ. വഹമ് എന്ന് പറഞ്ഞാൽ വബാ ആണ്, പ്ലേഗാണ്, പകർച്ചവ്യാധിയായ രോഗം. അങ്ങനെ ഈ പ്ലേഗിനാൽ അവർക്ക് എത്തുന്ന ആ ഒരു മുസീബത്തിനേക്കാൾ കൈപ്പുറ്റതും കഠിനമേറിയതുമായിരുന്നു അവർക്ക് ഈ യുദ്ധങ്ങളിലൊക്കെ ഏൽക്കേണ്ടി വന്ന ആ മരണം. فإن من يموت منهم في زمن الوباء مع تطاوله لا يبلغ كثرة من يموت منهم في زمن مقاتلة المؤمنين لهم مع قصره كساعة الواحدة. ഇങ്ങനെ വ്യാപകമായ പ്ലേഗിൻ്റെ കാലഘട്ടത്തിൽ അത് കുറെ കാലങ്ങളോളം നീണ്ടു നിന്നിട്ടും അതിൽ മരിച്ച എണ്ണം നോക്കുമ്പോൾ അതിൻ്റെ ആ അധികരിച്ച എണ്ണത്തിലേക്കൊന്നും എത്തുന്നില്ല. ഈ മുഅ്മിനീങ്ങളുമായിട്ടുള്ള സ്വഹാബികളുമായിട്ടുള്ള യുദ്ധസമയത്ത് മരണപ്പെട്ടവരുടെ എണ്ണം അത്രയും കൂടുതലാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അൽ മുസ്തിരിൽ ബീളി ഹുംറം ബഅദ മാ വറദത്. അൽ മുസ്തിരി എന്നുള്ളത് സിഫത്താണ്, തർക്കീബ്. മൗസൂഫ് ഒരു 5 ബൈത്ത് മുന്നേ പറഞ്ഞ അബുതാലിലേക്കാണ്. മുസ്തിരീന എന്നുള്ളിടത്ത് നൂനിനെ കളയപ്പെട്ടതാണ്, അതിനെ അൽ ബീദിലേക്ക് ഇവാഫത്ത് ചെയ്തത്. ഹുംറൻ എന്നുള്ളത് ബീദ് എന്നുള്ളതിൽ നിന്ന് ഹാലാണ്. ബഅദ മാ വറദത്ത്, ബഅദ എന്നുള്ളത് ലർഫാണ്. മാ മസ്തരി, വറദത്ത് ഫീല് ദമീർ ഫായില്, മുഅവ്വല് മുദാഫിൻ ഇലൈഹിയാണ് ബഅദൻ്റെ. ബഅദ വുറൂദിഹ മിനൽ ഇദാലിൽ ഇസ്ലാമി വൽ അഹ്ലിഹി, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കൊക്കെ ഉള്ള ശത്രുക്കൾ വന്ന ശേഷം. കുല്ല മുസ്വദ്ദിൻ മിനൽ ലിമമി, കുല്ല എന്നുള്ളത് വറദത്ത് എന്ന ഫീലിൻ്റെ മഫ്ഊലാണ്. മുസ്വദ്ദിൻ എന്നുള്ളത് മുളാഫുൻ ഇലൈഹി. മിനൽ ലിമമി എന്നുള്ളത് ലാമിന് കസർ, മീമിന് ഫത്ഹ്, മുസ്വദ്ദിൻക്ക് സിഫത്ത. അപ്പോൾ അൽ മുസ്തിരിൽ ബീളി, ഇവിടെ അൽ ബീള് എന്നുള്ളതിന് അൽഫാമുണ്ട്, അൽ മുസ്തിരി എന്നുള്ളതിനും അൽഫാമുണ്ട്, മുളാഫിനും മുളാഫിലേഹിനും അൽഫാമ്. രണ്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ പറ്റും എന്നാണ്. ഇനി അതല്ലെങ്കിൽ അൽ ബീള എന്ന് പറയാ നസ്ബ് ചെയ്തിട്ട് ഒരു
അവിടെ ഒരു ഫീലിനെ സങ്കല്പിച്ചാൽ മതി. അംദഹൂന്നോ അല്ലെങ്കിൽ അദ്കുറൂന്നോ. ബീദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ അസ്സുയൂഫുൽ മസ്കൂലത്തു ലിസഫാഇ ജവാഹിരിഹ ഹാലത്ത കൗനിഹ. അത് മൂർച്ച കാരണം തിളങ്ങാണ്. അങ്ങനെയുള്ള വാള്. ഹുംറൻ എന്നുള്ളത് ഹാലാണ്. പിന്നെ ഈ ബീദിൽ നിന്ന് ഹുംറൻ ലി ഷുർബിഹ, അത് കടും ചുവപ്പായ നിലക്ക്. എങ്ങനെ ആ വാള്? ലി ഷുർബിഹ മിൻ ദിമാഇൽ കുഫാരി വറയ്യിഹ മിന്ന, ശത്രുക്കളായ നിഷേധികളുടെ രക്തത്തിനാൽ കുടിച്ചിട്ട് അത് കൊണ്ട് ദാഹം തീർത്തു. ബഅദമാ വറദത്തായി ബഅദ വുറൂദിഹ മിനൽ ഇദാ, ശത്രുക്കളിലേക്ക് ആ വാളുകൾ പോയി വന്ന ശേഷം എന്ന് പറഞ്ഞാൽ അവരെ വെട്ടി ആ ശരീരത്തിൽ നിന്നുള്ള രക്തം ഈ വാള് കുടിച്ച് ചുവന്ന നിറമായി എന്നർത്ഥത്തിൽ. കുല്ല എന്നുള്ളത് മഫ്ഊലാണ് വറദത്തിന്റെ. മുസ്വദ്ദിൻ എന്നുള്ളത് മുളാഫിലെയാണ്. മേൻ ലമമി, ലിമമ് എന്ന് പറഞ്ഞാൽ ലിമ്മത്ത്, ഈ ചെവിയുടെ ആ തൊട്ടിയെ വിട്ടുകിടക്കുന്ന മുടി. അങ്ങനെയുള്ള മുടിയാൽ കറുത്ത ഓരോരുത്തരിലേക്കും ആ വാള് ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ തലക്ക് വെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചോര ആ വാള് കുടിച്ചു ചുവന്നു എന്നർത്ഥത്തിൽ. ഹുമുൽ الراجعين أسيافهم المصقولة حمرا من دم القتلى بعدما وردت كل شعير أسود എന്നാണ് ആ ബെയ്ത്തിന്റെ ആകത്തുക അർത്ഥം. വൽ കാത്തിബീന ബിസുംരിൽ ഖത്ത്, വാവ് ആത്തിഫാണ്. അൽ കാത്തിബീന എന്നുള്ളത് മഅ്തൂഫാണ്. മഅ്തൂഫുൻ അലൈഹി അൽ മുസ്തിരിൽ ബീളി എന്നുള്ളതുമാണ്. ബിസുംരിൽ ഖത്തി എന്നുള്ളത് ജാറു മജ്റൂർ. മുതഅല്ലിഖ് അൽ കാത്തിബീന അൽ ഖത്തി മുദാഫിൻ ഇലൈഹി. മാ തറക്കത്ത് അഖ്ലാമുഹും, മാ നാഫിയത്താണ്. തറക്കത്ത് ഫീല്, അഖ്ലാമുഹും ഫാഇൽ, മുദാഫ് ഇലൈഹി. ഹർഫ ജിസ്മിൻ, സർഫഹു എന്നർത്ഥം. മഫ്ഊൽ മുദാഫാണ്, ഹു മുദാഫ് ഇലൈഹി. മഫ്ഊല ജിസ്മിൻ എന്നുള്ള മുദാഫ് ഇലൈഹി. ഗൈറ മുൻഅജ്മി, ഗൈറ എന്നുള്ളത് ഹർഫിന് സിഫത്താണ്. മുൻഅജ്മി എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്. കാത്തിബീന എഴുതുന്നവർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുത്തുന്നവർ. സുംരിൽ ഖത്തി എന്ന് പറഞ്ഞാൽ റിമായിൽ ഖത്തി. ഖത്ത് എന്ന് പറയുന്നത് ഷജറുൻ യുത്തഖദു മിൻഹു റിമാഹുനായി, കുന്തങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു മരം. ആ മരത്തിന്റെ കുന്തങ്ങളെ കൊണ്ട് എഴുതുന്നവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുത്തുന്നവർ. മാ തറക്കത്ത് അഖ്ലാമുഹും, കുന്തങ്ങളാവുന്ന അവരുടെ ആ പേനകൾ ഒഴിച്ചിട്ടിട്ടില്ല. ഹർഫ ജിസ്മിൻ, ഒരു ശരീരത്തിന്റെയും തെല്ലിനെ ശത്രുക്കളിൽ നിന്നുള്ള. ഗൈറ മുൻഅജ്മിൻ, അസറ് ചെയ്യാത്ത നിലക്ക്, അതൊരു അടയാളം വരുത്താത്ത നിലക്ക് എന്ന് പറഞ്ഞാൽ അടയാളം വരുത്തിയിട്ടുണ്ട്. കുത്തിയപ്പോൾ ശരിയായ വ്യക്തമായ അടയാളം വരുത്തൽ. അപ്പോൾ ഓരോ കുത്തും ഒരു ശരീരത്തിന്റെ ഭാഗത്തുള്ള കുത്തല് അതൊരു പുള്ളിയാണ്. അപ്പോൾ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ പുള്ളികളെ കൊണ്ട് അടയാളം വന്നതായിട്ടുണ്ട്. ഒന്നും ഒഴിവായ സ്ഥലമില്ല. അത്രത്തോളം കുത്തുകൾ ഇവരുടെ ശരീരത്തിന് ഈ സ്വഹാബികളുടെ വാളുകളെ കൊണ്ട് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നർത്ഥത്തിൽ.
شاك السلاح لهم سيما تميزهم والورد يمتاز بالسيما من السلم تهدي إليك رياح النصر نشرهم فتحسب الزهر في الأكمام كل كم كأنهم في ظهور الخيل نبت ربا من شدة الحزم لا من شدة الحزم ഷാക്കി സിലാഹി ലഹും അവർ ആയുധങ്ങൾ തേച്ച് മിനുക്കുന്നവരാണ് സഹാബികൾ. ലഹും സീമ അവർക്ക് അടയാളങ്ങളുണ്ട്. തുമയ്യിസുഹും എങ്ങനെയുള്ള അടയാളങ്ങൾ, ആ അടയാളങ്ങൾ അവർ വേർതിരിക്കും. അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ അവർക്കുണ്ട്. വൽ വർദു യംതാസു ബിസീമ മിനസ്സലമി പനനീർ പൂവ് സലം പുഷ്പത്തിൽ നിന്ന് അടയാളം കൊണ്ട് വേർതിരിച്ചറിയാം എന്നതുപോലെ തന്നെ അവരെയും തിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട്. ഷാക്കിസിലാഹി അവിടെ ഹാദിഹി എന്നാണ് അർത്ഥം. അതിനെ മൂർച്ച കൂട്ടുന്നവരാണ് അവര് ആയുധത്തെ. ഷാക്കി എന്നുള്ളത് മൻസൂബാണ്, തർക്കിബ് ഹാല്. മിൻ അബുതാല്, അബുതാലിൽ നിന്ന് ഹാലാണ് എന്നാണ്. ഷാക്കീന സിലാഹ ഇളാഫത്ത് ചെയ്തപ്പോൾ നൂൻ പോയതാണ്. ലഹും എന്നുള്ളത് ജാറു മജ്റൂർ ഖബർ മുഖദ്ദം. അവിടെയും ലമീർ മടങ്ങുന്നത് അബുതാലിലേക്കാണ്. സീമ എന്നുള്ളത് മൂത്ത മുഅഖറാണ്. തുമയ്യിസുഹും ഫീൽ ലമീർ ഫായിലുഹും മഫ്ഊൽ. ജുംല സിഫത്താണ് മൗസൂഫ് സീമ. വൽ വർദു എന്നുള്ളത് മൂത്തയാണ്, തർക്കീബ് യംതാസു ഫീൽ ലമീർ ഫായിൽ ജുംല ഖബറാണ്. ബിസീമ ജാറു മജ്റൂർ മുത്തഅല്ലിഖ് യംതാസു. മിനസ്സലമി ജാറു മജ്റൂർ അതിന്റെ മുത്തഅല്ലിഖ് യംതാസു തന്നെ. ലഹും ലിസ്വഹാബത്തിൽ മംദൂഹീന റളിയല്ലാഹു അൻഹും സീമ ഐ അലാമത്തുൻ തുമയ്യിസുഹും അൻ അഅദാഇഹിം. ആ അടയാളങ്ങൾ അവരെ അവരുടെ ശത്രുക്കളെ തൊട്ട് വേർതിരിക്കും. അങ്ങനെ അടയാളങ്ങളുണ്ട് സഹാബത്തിന്. ഫലാ യഖഉ ബൈനഹും വ ബൈനഹും ഇൽത്തിബാസും. അപ്പോൾ ശത്രുക്കളുടെയും സഹാബത്തിൻ്റെയും ഇടയിൽ തിരിച്ചറിയാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല, മനുഷ്യരൂപത്തിൽ അവരൊക്കെ തുല്യമാണെങ്കിലും. കാരണം സഹാബത്തിൻ്റെ മുഖം അത് റബ്ബിലേക്ക് നോക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ ഭംഗിയുള്ള മുഖമാണ്. അവരുടെ മുഖം ശത്രുക്കളുടെ മുഖം പൊടി പുരണ്ട മുഖങ്ങളെ പോലെയാണ്. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് സ്വഹാബികളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞതാണ് വൽ വർദു പനനീര്. അത് യംതാസു ബിസ്സീമ അതിനെ പ്രത്യേകമാക്കുന്ന അതിൻ്റെ അടയാളം കൊണ്ട് അത് വേർതിരിയും. അനിസ്സലമി സലം ചെടിയിൽ നിന്നൊരു മുൾച്ചെടിയാണത്. അതിൽ നിന്ന് പനനീർ പുഷ്പം വേർതിരിച്ചറിയാൻ കഴിയും. രണ്ടിനും മുള്ളുണ്ടെന്ന് കരുതി തിരിച്ചറിയാതെ വരൂല എന്നതുപോലെ തന്നെയാണ് സഹാബികളും മുശ്രിക്കീങ്ങളൊക്കെ മനുഷ്യരാണ് എന്ന വിഷയത്തിൽ തുല്യമുണ്ടെങ്കിലും മുശ്രിക്കീങ്ങളുടെ മുഖം പൊടി പുരണ്ട കറുത്തിരുണ്ട മുഖങ്ങളാണ്. സഹാബത്തിൻ്റെ നേരെ വിപരീതവുമാണ്. ആ നിലക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും എന്നാണ് ആ പറഞ്ഞതിന് താല്പര്യം. تهدي إليك رياح النصر نشرهم فتحسب الزهر في الأكمام كل كم. വിജയത്തിൻ്റെ കാറ്റ് അവരുടെ അത്ഭുതകരമായ വർത്തമാനങ്ങളെ നിനക്ക് പാരിതോഷികമായി നൽകുന്നു. അപ്പോ ഫതഹ്സബു സഹ്റ അപ്പോൾ ആ ധീരന്മാർ ഓരോരുത്തരെയും പൂവിതകൾക്കിടയിലെ പൂമൊട്ടാണെന്നേ നീ വിചാരിക്കുകയുള്ളൂ.
സഹാബികളായ ആ ധീരന്മാരായ ഓരോരുത്തരെയും നീ വിചാരിക്കുക പൂവുകൾക്കിടയിലുള്ള പൂമൊട്ടാണ് എന്നേ നീ വിചാരിക്കുള്ളൂ. അവിടെ തഹ്ദി തുഹുദി എന്നാണ്. തുഹുദി ഇലേക്ക തുഹുദി എന്നുള്ളത് ഫിഇലാണ്. ഇലൈക്ക ജാറും മജ്റൂർ മുതഅല്ലഖ് തുഹുദി. റിയാഹുൻ നസ്രി എന്നുള്ളത് റിയാഹു ഫായില്, അന്നസ്രി മുളാഫില്. നസ്ര എന്നുള്ളത് തുഹുദിന്റെ മഫ്ഊലാണ്, ഹും മുളാഫില്. ഇപ്പൊ തഹ്സിബു അസ്സഹ്റ, അപ്പൊ തഹ്സിബ് ഫിഇൽ ദമീർ ഫായില്, അസ്സഹ്റ ഒന്നാം മഫ്ഊല്. ഫിൽ അക്മാമി അത് പിന്നെ ഹാലാണ്, സഹറിൽ നിന്ന് ഹാലാണ്, അതല്ലെങ്കിൽ സഹറിലേക്ക് സിഫത്തും ആക്കാം. കുല്ല എന്നുള്ളത് ഈ തഹ്സബിന്റെ രണ്ടാം മഫ്ഊല്. കെമി എന്നുള്ളത് അത് മുളാഫില്. തുഹ്ദി എന്നുള്ളത് അഹ്ദന്റെ മുളാരിഅണ്. ഇലൈക്ക അയ്യുഹൽ മുഷാഹിദു ലിവഖാഇഹിം, സഹാബത്തിന്റെ ആ യുദ്ധങ്ങളെ കാണുന്ന മനുഷ്യ. അതല്ലെങ്കിൽ അവിസാമിഉ ലിമാ യദുല്ലു അലൈഹാ മിനൽ അഖ്ബാർ, അവരുടെ ആ യുദ്ധ സംഭവങ്ങളുടെ വർത്തമാനങ്ങൾ മേൽ അറിയിക്കുന്ന ഒന്നിനെ നീ കാണുമ്പോൾ നിനക്ക് ഹദിയയായിട്ട് നൽകും ദിയാഹുൻ നസ്രി, സഹായത്തിന്റെ കാറ്റുകൾ. ദിയാഹുൽ മുസഖറത്തു ലിനസ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്രി അസ്ഹാബിഹി, അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ അനുയായികളെയും സഹായിക്കാൻ വേണ്ടി വഴിപ്പെടുത്തപ്പെട്ട കാറ്റുകൾ. റസൂലുള്ള പറഞ്ഞില്ലേ, നുസിർതു ബിസ്സബാ വഉഹ്ലികത് ആദുൻ ബിദ്ദബൂർ, സബ കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു, ആദിനെ ദബൂർ കൊണ്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. നുസിർതു ബിസ്സബാ, റസൂലുള്ളാഹിനെ കാറ്റ് കൊണ്ട് സഹായിക്കപ്പെട്ടിട്ടുണ്ട്. നസ്റഹുമു എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ഹദിയായിട്ട് എത്തിച്ചു തരിക? ഖബറഹുമുൽ അജീബ സാറ ശബീഹ ബിൻ നസ്രി വഹിയ റായിഹത്തു തയ്യിബ, നല്ല വാസന എന്നാണ് നസ്റിന്റെ നേരെ അർത്ഥം. ആ നല്ല വാസനയോട് സാദൃശ്യമുള്ള സന്തോഷകരമായ അത്ഭുതകരമായ ആ സ്വഹാബത്തിന്റെ വർത്തമാനം. ഫതഹ്സബു തളുന്നു അയ്യുഹൽ മുഖാത്തബു മിൻ അജലി മാ ദുക്ര, മേൽ പറയപ്പെട്ട കാരണത്തിന് വേണ്ടി നീ വിചാരിക്കും അസ്സഹ്റ, എന്തിനെ? പുഷ്പത്തെ. ഫിൽ അക്മാമി ജമ്മു ഖിം ബികസ്രിൽ കാഫി വഹുവൽ ഖിലാഫു, അതിന്റെ പിന്നെ ഖിലാഫ്. കുല്ല കെമി കുല്ല സുജാഇൻ മസ്തൂരിൻ ബിസലാഹിഹി വദഅഹിഹി വബിയളതിഹി. അപ്പോ പുഷ്പങ്ങൾക്കിടയിൽ പുഷ്പത്തിന്റെ മൊട്ടുകളായിട്ട് അവയെ നീ വിചാരിക്കും എന്ന്. കഅന്നഹും ഫീ ളുഹൂരിൽ ഖൈലി നബ്തുറുബ മിൻ ശിദ്ദത്തിൽ ഹസ്മി ലാ മിൻ ശിദ്ദത്തിൽ ഹുസ്മി. അവര് എന്ന് പറഞ്ഞ സഹാബത്ത്, ധീരന്മാരായ ആ സഹാബത്ത്, ഫി ളുഹൂരിൽ ഖൈലി, കുതിരയുടെ ആ മുതുകുകൾക്ക് മേലെ ആയിരിക്കുമ്പോൾ അവര് നബ്തുറുബ, പർവ്വത ശിഖരങ്ങൾക്ക് മുകളിലുള്ള മരത്തെ പോലെയാണ് അവര്. അത് ദീനിലുള്ള അവരുടെ മിൻ ശിദ്ദത്തിൽ ഹസ്മി, അത് അവരുടെ മനക്കരുത്തിന്റെ ശക്തി കൊണ്ടാണ്. പരിശുദ്ധമായ ദീനിലുള്ള അവരുടെ മനഃശക്തി കൊണ്ടാണത്. അല്ലാതെ ലാ മിൻ അജലി ലാ മിൻ ശിദ്ദത്തിൽ ഹുസ്മി, അവരുടെ
ആ ജീനിയിൽ അരപ്പട്ട കൊണ്ട് ബന്ധിപ്പിച്ചതിലല്ല. ജമ്മു ഹിസാമാണ്. വഹുമാ യുഷദ്ദു ബിഹി സർജു ഔ ഗൈറുഹു അലാ ലഹരി ദാബത്തി ലിയസ്ബുത റാകിബുഹ അലൈഹ. ഒരു കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ മുതുകിൻ്റെ മേൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ജീനിയും ഇവൻ്റെ അരപ്പട്ടയും കൂട്ടി കെട്ടി ഉറപ്പിച്ചു നിർത്തും. അങ്ങനെയല്ല ഇത് അവർക്കുള്ള ആ മനക്കരുത്ത് കൊണ്ടാണ് അവർ അതിൻ്റെ മേൽ ഉറച്ചു ഇരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞത്. അൽ-ഉംദ ഫി ഷറഹിൽ ബുർദ, അതിൻ്റെ 588, 89, 90, 91, 92 പേജുകളിൽ, അതുപോലെ തന്നെ ബാജൂരി അതിൻ്റെ ഹാമിഷിലുള്ള ഷെയ്ഖ് ഖാലിദുൽ അസ്ഹറി എന്നിവരുടെ ഷറഹടക്കം അതിൻ്റെ പേജ് 70, അതുപോലെ അസീദത്തു ഷുഹദ അതിൻ്റെ പേജ് 262 മുതൽക്ക്, അതുപോലെ തന്നെ ദുഹുർ വൽ ഉദ്ദയുടെ 122, 123 പേജുകൾ, ഇവയിലൊക്കെ ഈ പറയപ്പെട്ട അർത്ഥങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റഅ മിൻഹുമു ഫീ കുല്ലി മുസ്തദമി വസൽ ഹുനൈനം വസൽ ബദ്റൻ വസൽ ഉഹുദ ഫുസൂല ഹതിഫി ലഹും അദ്ഹാ മിനൽ വഖമി എന്ന ഈ ബൈത്തുകൾ വല്ലവരും എഴുതി കഴിഞ്ഞാൽ അലാ ബാബി ബലദിൻ ഔ ദാരിൻ, ഒരു പ്രദേശത്തിൻ്റെ കവാടത്തിൻ്റെ മേലോ ഒരു വീട്ടിൻ്റെ കവാടത്തിൻ്റെ മേലോ ഔ ബുസ്താനിൻ, അതല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിൻ്റെ കവാടത്തിൻ്റെ മേലോ എഴുതി വെച്ചാൽ മാതാമത്ത് മക്തൂബത്തൻ, അത് എഴുതപ്പെട്ടതായി നിലകൊള്ളുന്ന കാലത്തോളം ലാ യസിലു ഇലാ ദാലിക, അവിടേക്ക് പ്രവേശിക്കുകയില്ല സാരിഖുൻ, കള്ളൻ, വലാ ദൂദുൻ, തോട്ടക്കാവുമ്പോൾ പുഴുക്കൾ, വലാ ഗൈറു ദാലിക, അതുപോലെ മറ്റു നശീകരണ ജീവികളോ ഒന്നും പ്രവേശിക്കൂല. ഖാല ഖായിലുൻ, ഒരാൾ പറയുന്നു, ഹാദിഹിൽ ഫായിദത്തു ഖദ് ജറബ്തു, ഈ നേട്ടം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, ഫിൽ ഖംഹി വശഈരി, ചോളം അതുപോലെ തന്നെ കമ്പം, വഗൈരിഹിമ, അതല്ലാത്ത കൃഷികളിലൊക്കെ. വഖാല എന്ന വീണ്ടും അദ്ദേഹം പറയുന്നു, കതബ്തു ഹാദിഹിൽ അബിയാത്തി അലാ ബാബി ദാരിൻ, ഈ ബൈത്തുകളെ ഞാനൊരു വീടിൻ്റെ വാതിലിൻ്റെ മേൽ എഴുതി. ഫജാഅ സാരിഖു, അങ്ങനെ കള്ളൻ വന്നു. ഫസമിയ സൗത്തൻ ഫിദ്ദാരി, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ടു. കള്ളൻ ഫറജഅ, മടങ്ങിപ്പോയി. സുമ്മ ഖാല അസ്ഹാബി ദാലിക, അങ്ങനെ കള്ളൻ ചെന്ന് തൻ്റെ കൂട്ടാളികളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഫഅഖ്ബറുഹു, അവർ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ബി അന്ന സാഹിബൽ ബൈത്തി ഗായിബുൻ ജുമുഅത്ത്, 2 ആഴ്ചയായിട്ട് ആ വീട്ടിൻ്റെ ഉടമ നാട്ടിലില്ലല്ലോ. സുമ്മ റജഅ സാനിയ ലൈലത്തിൻ, 2ാം രാത്രിയും ആദ്യം ആ കള്ളൻ മടങ്ങി വന്നു നോക്കുമ്പോൾ ഫസമിയ ഫീ സൗത്തൻ, വീണ്ടും ശബ്ദം കേട്ടു. യഖൂലു മാ ഗീബതു ശൈഅ, ഞാൻ ഒന്നിനെയും മറഞ്ഞവനല്ല. വമനഅഹുല്ലാഹു ബിബറകത്തി ഹാദിൽ അബിയാത്തി, കള്ളനെ തടഞ്ഞത് ഈ ബൈത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവാണ് എന്ന് ബാജൂരി പേജ് 68 പറഞ്ഞിട്ടുണ്ട്.